എനിക്ക് ഇപ്പോൾ കിട്ടുന്ന എമൗണ്ട് ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. ഞാൻ കുറേ നാളായിട്ട് പറയാൻ ആഗ്രഹിച്ചതും കുറേ നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തൊക്കെ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് അറൗണ്ട് ഒരു 2 years അല്ലെങ്കിൽ മോർ ദാൻ 2 years അത്രയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 year കംപ്ലീറ്റ് ആയി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 1.5 year ഒക്കെ ആകുമെന്ന് തോന്നുന്നു. പക്ഷെ 1 year തീരുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ഒക്കെ ആയി. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് യൂട്യൂബ് ഇൻകം അറിയാനായിരിക്കും. കാരണം നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഇൻ കേസ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഉള്ളവരാണ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. ഈവൻ മീ ഓൾസോ. കാരണം നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷനാണ് യൂട്യൂബ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അത് ഞാൻ ഈ വീഡിയോയുടെ ഒരു മിഡിൽ പോർഷനിൽ ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബ് ഇൻകം റിവീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പോലെ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉള്ളവരോ അതല്ലെങ്കിൽ പുതിയൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലാതെ ഇത് ചെറിയൊരു ആഗ്രഹം കൊണ്ട് ഇത് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങാൻ നേരത്തെ എനിക്ക് ആരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ബട്ട് ഇപ്പം എനിക്ക് മനസ്സിലാക്കിയ ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും എനിക്ക് ഫ്യൂച്ചറിലേക്ക് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. നമ്മൾ ഒരു വർക്കിന് പോകുന്നു, അതിൽ നമുക്കൊരു സാലറി കിട്ടുന്നു. അത് വലിയൊരു എമൗണ്ട് ആയിരിക്കാം, ചെറിയ എമൗണ്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ മിഡിലായിരിക്കാം. എന്നായാലും നമുക്ക് അത് മാത്രമായിരിക്കരുത് നമ്മളുടെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മളെ ലൈഫ് നമ്മൾ ത്രൂ ഔട്ട് മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം. ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. ഐ ലവ് ടു എഡിറ്റ് വീഡിയോസ്. സോ കാണുന്ന വീഡിയോസ് എടുക്കും, ഇങ്ങനെ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും. 100 വ്യൂസ് കിട്ടും, 200 വ്യൂസ് കിട്ടും. ഇപ്പോഴും ഞാൻ പറയണില്ല ഞാൻ ഭയങ്കര വലിയ യൂട്യൂബറാണെന്ന് ഞാൻ പറയണില്ല. ബട്ട് എനിക്കിപ്പോൾ കിട്ടിയത് ഞാൻ എൻ്റെ 0 സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു 0 to 8,000 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഹാർഡ് വർക്കും നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. അതിൽ ഞാൻ വേറെ ആർക്കും റോൾ എടുക്കില്ല എക്സെപ്റ്റ് മൈ ഫാമിലി ആൻഡ് മൈ ഹസ്ബൻഡ്. കാരണം എനിക്ക് അവർ തന്ന സപ്പോർട്ട് അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ആ സപ്പോർട്ട് ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും, അതിനുള്ള വിൽ പവർ ഉള്ളവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിയെന്ന് തോന്നുന്നു. സോ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year ഇപ്പോൾ കംപ്ലീറ്റ് ആയി. 1 year ആയപ്പോൾ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ട്രിക്ക് പറയാം. 2 ട്രിക്ക് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ ട്രിക്ക് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും. ഞാൻ ഒരു 4,000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവണം. 2,000 വാച്ച് അവർ ഒക്കെ ആയ സമയത്ത് എനിക്ക് എൻ്റെ 1 year ഫിനിഷ് ആവാനും പോവാണ്. ചാനൽ തുടങ്ങി 1 yearനുള്ളിൽ നമുക്ക് ഈ 1000 സബ്സ്ക്രൈബറും വേണം, 4,000 വാച്ച് അവറും വേണം. അപ്പോൾ ഈ 4,000 വാച്ച് അവർ ഞാൻ എന്ത് ചെയ്താൽ നോക്കിയിട്ട് എനിക്ക് ആവുന്നില്ല. കാരണം ഒരു വീഡിയോയ്ക്ക് മാക്സിമം എനിക്ക് കിട്ടുന്ന വ്യൂസ് 1.5K ഒക്കെയായിരുന്നു വ്യൂസ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വാച്ച് അവർ എന്ന് പറയുന്നത് 50, 60 അത്രയൊക്കെ. സോ എനിക്കത് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ചെയ്തത് വേറൊന്നുമല്ല, ലെങ്ത്ത് കുറച്ചൊന്ന് കൂട്ടി പ്ലസ് വീഡിയോസ് ഇടുന്ന ഫ്രീക്വൻസി കൂട്ടി. ഇന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും. ദെൻ അന്ന് തന്നെ അതായത് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യും. അതായത് ഓരോ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും ഞാൻ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു നവംബർ, ഡിസംബർ ആ ഒരു സമയത്ത് എൻ്റെ വീഡിയോസ് ഭയങ്കര അടുപ്പിച്ചാണ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരു ദിവസം ഇടവിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് 60 കിട്ടുന്ന സ്ഥലത്ത് എനിക്ക് കിട്ടിയത് 200ഉം 300ഉം ഈവൻ സംടൈംസ് 500 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ 2000 വാച്ച് അവേഴ്സിൽ നിന്ന് എനിക്ക് ഒറ്റയടിക്ക് എനിക്ക് 4,000 ക്രോസ് ആയി. അതെൻ്റെ ഒരു വീഡിയോ പോലും വൈറലായിട്ട് പോയിട്ടില്ല, എൻ്റെ ഒരു വീഡിയോ പോലും 100Kയുടെ എബോവ് പോയിട്ടില്ല. പക്ഷെ ഞാൻ ഈ ഇട്ട വീഡിയോസിന് ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തപ്പോൾ ഒരു 5K മിനിമം എനിക്ക് വീഡിയോയ്ക്ക് വ്യൂസ് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ ചാനൽ എനിക്ക് മോണിറ്റൈസ്ഡ് ആയത്.
ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു വെൽ. കാരണം നിങ്ങളൊരു ചാനൽ ഉണ്ടായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആവുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു. കാരണം ഞാൻ അത്ര കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റ് ചെയ്തു. ഞാൻ ഒരുപാട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ചാനൽ നീഷ എന്താണോ, നിങ്ങളുടെ വീഡിയോസ്, അതായത് നിങ്ങളുടെ ഒരു ചാനൽ നോക്കുമ്പോൾ നിങ്ങൾ ഇത്ര നാൾ ചെയ്ത വീഡിയോസ് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടിയ വീഡിയോ ഏതാണോ ആ വീഡിയോയുടെ കണ്ടന്റ് എന്താണോ അതാണ് നിങ്ങളുടെ ചാനലിലെ നീഷ്. ഒരു നീഷിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യുവർ ചാനൽ വിൽ ഗെറ്റ് മോണിറ്റൈസ്ഡ്. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിന്റെ കാര്യം. എനിക്ക് കുറേ പേര് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നതാണ്, എനിക്കും ഇങ്ങനെ വീഡിയോസ് എടുക്കണമെന്നുണ്ട്, പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്, ബട്ട് അത്ര ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, എന്നെ ഫേസ് കാണിക്കാൻ അനുവദിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അതൊക്കെ നമ്മളുടെ ഒരു പേഴ്സണൽ ഇഷ്ടങ്ങളാണ്, നമ്മൾ എങ്ങനെ വീഡിയോസ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ. ഈവൻ എൻ്റെ കയ്യിൽ ആകെ ഒരു ഐഫോൺ ഉണ്ട്, ഞാനും ഉണ്ട്, ഒരു ട്രൈപോഡും ഉണ്ട്. ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും. സോ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഇനി ഒരു സപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന്. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ എപ്പോഴും അന്നും ഇന്നും പറയുന്നുണ്ട്. എനിക്ക് വേറൊരു പാർട്ട്ണർ ആണെങ്കിൽ മേ ബി എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ബട്ട് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ട്, കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മടിയാണെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിക്കുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നത് എനിക്കൊരു നല്ല ഫാക്ടറാണ്, ഞാൻ അല്ലാന്ന് പറയുന്നില്ല. ബട്ട് അത് കിട്ടാത്തവർക്ക് നമുക്ക് ആരുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. സപ്പോർട്ട് നമുക്കൊരു ബൂസ്റ്റിംഗ് പവറാണ് വീഡിയോസ് ചെയ്യാൻ. ഏറ്റവും വലിയ വിൽ പവർ വേണ്ടത് നമുക്ക് തന്നെയാണ്. ഇപ്പോൾ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ നമ്മളെ വീട്ടിൽ അനുവദിക്കുന്നില്ല എങ്കിൽ ഫേസ് കാണിക്കാതെ എത്രത്തോളം വ്ളോഗേഴ്സ് വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരുപാട് പേരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഭയങ്കര എസ്തറ്റിക് വീഡിയോസാണ് അവരുടെ ഹാൻഡ്സ് മാത്രമാണ് കാണുള്ളൂ, ബാക്കിയെല്ലാം സറൗണ്ടിങ്സും അവരുടെ ഡെയിലി വ്ളോഗ് അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവർ ഫേസ് ഒന്നും കാണില്ല. സംടൈംസ് ചില വീഡിയോസിന് അവർ വോയിസ് ഓവർ പോലും കൊടുക്കില്ല, ജസ്റ്റ് സബ് ടൈറ്റിൽസ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഒരു സെൽഫ് ഏർണിങ്, നമ്മളെല്ലാവരും പറയും യൂട്യൂബ് ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഒരു പാഷനും വേണം, പ്ലസ് നമുക്കൊരു പാഷൻ മാത്രം ഇങ്ങനെ പോയാൽ പോരാ. അത് കുറച്ചൊന്ന് ലോങ് ടേം ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് ഇൻകം കിട്ടും എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളുടെ ഒരു ബോണസാണ്. നമുക്ക് കിട്ടുന്ന ഒരു സേവിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം, നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് കൊണ്ട്. അത് ഏറ്റവും ലക്ഷങ്ങൾ കിട്ടണമെന്നൊന്നുമില്ല. നമ്മളുടെ വ്യൂസിനനുസരിച്ചിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചിട്ടല്ല, വ്യൂസിനനുസരിച്ചിട്ടൊക്കെ അതിൻ്റെ വാല്യൂലേക്ക് കയറ്റലും ഇറക്കലൊക്കെ ഉണ്ടാവും. അത് ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ ഞാൻ കുറച്ച് തരുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടും എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നവർക്ക് ഒരു ഫോൺ നിർബന്ധമായിട്ടും വേണം, ഒരു ട്രൈപോഡും പറ്റുകയാണെങ്കിൽ വേണം. പിന്നെ സപ്പോർട്ട് വേണ്ടത് നമുക്ക് നമ്മളോട് തന്നെ ഒരു സപ്പോർട്ട് വേണം. നമ്മളോട് തന്നെ പറയണം എനിക്കിത് ചെയ്യാൻ പറ്റും, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തു. പക്ഷെ അതല്ലാതെ പുറത്തുനിന്നൊക്കെ എത്രയോ പേര് വ്ളോഗർ, വീഡിയോ അവിടെ ഷൂട്ട് ചെയ്യണം, ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ കളിയാക്കലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദിക്കുന്നവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഈ യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും വരില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. അങ്ങനെയല്ല. ഞാൻ കുറേ പേർക്ക് മെസ്സേജ് അയച്ച് കുറേ യൂട്യൂബ് വ്ളോഗ്സ് കണ്ട് അങ്ങനെയൊക്കെയാണ് ഞാനിതിനെ പറ്റി ഏകദേശം ഒരു ധാരണയിലെത്തിയത്. എൻ്റെ അക്കൗണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ഇപ്പം എനിക്കറിയാം. അത് എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാനിങ്ങനെ യൂട്യൂബിൽ വ്ളോഗ്സ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ പഠിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്നതുകൊണ്ടും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് എപ്പോഴും ഒരു ഇങ്ങനെ യൂട്യൂബ് എഡ്യൂക്കേഷണൽ വീഡിയോസ് ഉണ്ടല്ലോ, അത് കാണുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഇങ്ങനത്തെ സ്റ്റെപ്സ് അറിയാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാനൊരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. മെയിൻലി നമ്മൾക്ക് യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ, അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന 2 ക്രൈറ്റീരിയാസ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആൻഡ് പിൻ വെരിഫിക്കേഷൻ. ഇങ്ങനെയാണ്. ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഐഡന്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം. അതായത് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ കയറി നമ്മളൊരു ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്
അതിനകത്ത് 2 സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ വരും. സോ ഐഡന്റിറ്റി വെരിഫിക്കേഷന്റെ സമയത്ത് നമ്മളുടെ എന്തെങ്കിലും നാഷണൽ ഐഡന്റിറ്റി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അത് ആഡ്സെൻസ് വെരിഫൈ ചെയ്യും. അതിനുശേഷം അത് നമ്മൾ ഫേക്ക് ഒന്നും അല്ല, ഒറിജിനൽ ആണെന്ന് അറിയുമ്പോൾ അവരത് സക്സസ്ഫുൾ, നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആക്കി തരും. അങ്ങനെ ഒരു മെയിൽ വരും, നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയെന്ന്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പിൻ വെരിഫിക്കേഷൻ ആണ്. നമ്മൾ ഒരു അഡ്രസ്സ് കൊടുക്കും, ആ അഡ്രസ്സിലേക്ക് നമ്മൾക്ക് ഒരു 4 ഡിജിറ്റ് പിൻ അവർ മെയിൽ ചെയ്ത് തരും, പോസ്റ്റലായിട്ട് അയച്ചു തരും. നാട്ടിലും വേറെ രാജ്യങ്ങളിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ എനിക്കിവിടെ ബഹ്റൈനിൽ ഞാൻ ഇവിടുത്തെ അഡ്രസ്സാണ് കൊടുത്തത്. എനിക്ക് ഇങ്ങോട്ടേക്ക് പോസ്റ്റിൽ എന്ത് ചെയ്താൽ വന്നിട്ടുണ്ടായില്ല. കുറേ ഞാൻ വെയിറ്റ് ചെയ്തു. അതിനെന്തോ 3 or 4 അറ്റംപ്റ്റ്സ് എന്തോ ഉണ്ട് നമുക്ക് റീസെൻഡ് ചെയ്യാനായിട്ട്. അതൊക്കെ റീസെൻഡ് ചെയ്തു. എനിക്ക് കുറേ നാളുകൾ അതിനു വേണ്ടി പോയി. പക്ഷെ എന്നിട്ടും വന്നില്ല. എന്നാലും ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല. ഞാൻ കുറേ ഇങ്ങനെ വ്ളോഗ്സും യൂട്യൂബ്സിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നൊക്കെ കുറേ നോക്കി. അങ്ങനെ ഒരു കോണ്ടാക്ട് ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് അതും വരുന്നുണ്ടായില്ല. അതിനുശേഷം ഞാൻ യൂട്യൂബിനോട് ലൈവ് ചാറ്റ് ചെയ്ത് അതിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുവരെ ആഡ്സൻസ് അക്കൗണ്ട് എനിക്ക് പിൻ വെരിഫിക്കേഷൻ ആയിട്ടില്ല, കാരണം എനിക്ക് പിൻ വന്നിട്ടില്ല. ആ പിൻ കോഡ് വന്നാലാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ. സോ അങ്ങനെ ഞാൻ യൂട്യൂബിലായിട്ട് ചാറ്റ് ചെയ്ത് അവരെനിക്ക് നമ്മളുടെ നാഷണൽ ഐഡന്റിറ്റി കാർഡ് അവർക്ക് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ അഡ്രസ്സിലേക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ ബില്ലൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത മെയിൽ വന്നു. വിത്തിൻ 24 hours മെയിൽ വന്നു, എൻ്റെ പിൻ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയെന്ന്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതാണ് ടാക്സ് ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരു സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇത് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഏറ്റവും ബെറ്റർ യൂട്യൂബ് ലേണിംഗ് വീഡിയോസ് ഉണ്ടല്ലോ, അതൊന്ന് കാണുക തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടാക്സ് ഇൻഫർമേഷനൊക്കെ കൊടുക്കാനുണ്ട്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനൊക്കെ ഒരു ഡീറ്റെയിൽസ് വരും. ഇതൊക്കെ നമ്മൾ ഈ ആഡ്സൻസ് അക്കൗണ്ടിൽ വരും. സോ അതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് എവറി മന്ത് ഒരു ബേസിലാണ് ഇവർ പോകുന്നത്. നമ്മുടെ വീഡിയോസ് എന്ന് $100 കംപ്ലീറ്റ് ആവുന്നു, നമ്മുടെ വീഡിയോസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് $100 എപ്പോൾ കംപ്ലീറ്റ് ആവുന്നു ആ മന്ത് 21st 26th നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്രത്തോളം ആ $100 ഇപ്പൊ $100 ആയാലാണ് നമുക്ക് പൈസ വരുള്ളൂ. എന്ന് $100 ആവുന്നോ, $100 മുകളിലാവുന്നോ അന്ന് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. ഫോർ എക്സാമ്പിൾ, ഈ മാസം എനിക്ക് $50 ആണ് എനിക്ക് ആയത് എന്ന് വിചാരിക്കാം. എനിക്കിവിടെ US$അല്ല യൂറോയിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ത്രെഷോൾഡ് വരുന്നത് €70 കംപ്ലീറ്റ് ആയാലാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ. സോ എൻ്റെ അക്കൗണ്ടിൽ എന്ന് €70 കംപ്ലീറ്റ് ആവുന്നോ ഈ ഒരു മന്ത് എനിക്കൊരു €50 ഉള്ളൂന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഈ മന്ത് ക്യാഷ് വരില്ല. എല്ലാവരുടെയും വിചാരം എല്ലാ മാസവും ഇങ്ങനെ ക്യാഷ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, €50 വന്നു കഴിഞ്ഞാൽ ക്യാഷ് വരില്ല. എന്നത് €70 ആവുന്നു, അത് മേ ബി നെക്സ്റ്റ് മന്ത് ആയിരിക്കും അത് €70 ആവുന്നത്. സോ €70 ഓർ അതിൽ കൂടുതൽ ആവുന്നത്. ആ ആവുന്ന മാസമാണ് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഒരു 21st 26th ക്യാഷ് വരുന്നത്. സോ എനിക്ക് ഈ മാസം ക്യാഷ് വന്നു, കാരണം എൻ്റെ ത്രെഷോൾഡിന് മുകളിൽ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ എമൗണ്ട് വരുന്നത് നമ്മൾ കാണുന്ന വ്യൂസിന് 1K വ്യൂസിന്, അതായത് 1K വ്യൂസിന് ഇത്ര എമൗണ്ട്, അങ്ങനെ രീതിയിലാണ്. സോ എൻ്റെ വീഡിയോ 5K, ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരു 1Kക്ക് ഒരു $1 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ആ വീഡിയോ 5K ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കിട്ടുന്നത് $5 ആണ്. പലരുടെയും വീഡിയോസ് അനുസരിച്ചിട്ട് റേറ്റ് മാറിയും കുറഞ്ഞും താന്നൊക്കെ വരും. അത് നമ്മളുടെ വീഡിയോസിന്റെ ലെങ്ത് അനുസരിച്ചിട്ടും കണ്ടന്റ് അനുസരിച്ചിട്ടും അതിൽ വരുന്ന എത്രത്തോളം ആഡ്സ് വരുന്നുണ്ടെന്നൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് വരുന്ന ഒരു മീഡിയം, എനിക്ക് വരുന്ന ഇപ്പോൾ കറന്റ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന സംടൈംസ് കൂടും സംടൈംസ് കുറയും, കറക്റ്റ് ഒരു വാല്യൂ ഇല്ല. എന്നാലും പറയാണ്, ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഒരു മിനിമം എനിക്ക് $5 ആണ് എനിക്ക് ഒരു വീഡിയോ നിന്ന് കിട്ടുന്നത്. ചിലപ്പോൾ അത് $4 ആവാം, ചിലപ്പോൾ അത് $10 ആവാം. അത് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ്. എല്ലാവരും പറയും ലെങ്ത് ഉള്ള വീഡിയോസ് ഇടാൻ, എന്നാലും സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ലെങ്ത് ഉള്ള വീഡിയോസ് ഇടാറില്ല. പക്ഷെ ലെങ്ത് ഉള്ള വീഡിയോസ് ഇട്ടാലാണ് മോർ ഇൻകം കിട്ടുന്നത്. എൻ്റെ ഒരു റിസർച്ചിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് അനുസരിച്ചിട്ടും അതിന്റെ വ്യൂവേഴ്സ് അനുസരിച്ചിട്ടും നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് കൂടിയും കുറഞ്ഞു വരാം. നമ്മളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് കാണുന്ന വ്യൂസും, അതായത് അവരുടെ ഒരു വീഡിയോസ് എന്തായാലും ഒരു 100K അബോവ് ഒക്കെ കാണുന്നവരായിരിക്കും. നോർമൽ വ്യൂവേഴ്സ് അത്ര പേരൊക്കെ ഉണ്ടാവും. സോ അത്തരം 100K വ്യൂസിൽ എത്ര പേര് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുന്നുണ്ട്, അതല്ലെങ്കിൽ എത്ര പേര് ആഡ് കാണുന്നുണ്ട്,
അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത്രയും എമൗണ്ടിലേക്ക് പോകുന്നത്. നമ്മളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള സ്മോൾ യൂട്യൂബേഴ്സ് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഈ ഒരു യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് നമുക്ക് കറക്റ്റ് എമൗണ്ട് പറയാൻ പാടില്ല എന്നാണ്, കോപ്പിറൈറ്റ് വരും. സോ ഞാൻ അപ്രോക്സിമേറ്റ്ലി എമൗണ്ട് ആണ് പറയാൻ പോകുന്നത്. എനിക്ക് ഒരു മന്ത് എൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് പേയ്മെൻ്റ് ആണിത്. എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത് പറയാൻ ഒരു 13K to 16K ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഒരു എമൗണ്ട് ആണ് എനിക്ക് കിട്ടിയത്. അത് എനിക്ക് കിട്ടുന്നത് ഇവിടെ ബഹ്റൈനിലായതുകൊണ്ട് ഞാൻ ബഹ്റൈൻ അക്കൗണ്ട് കൊടുത്തുകൊണ്ട് ബഹ്റൈന് ദിനാറായിട്ടാണ് കേട്ടോ വന്നത്. സോ അത് ഞാൻ ബഹ്റൈന് ദിനാറായിട്ട് തന്നെയാണ് ഞാൻ എടുത്തതും. ആ ഒരു എമൗണ്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയും, വീഡിയോയുടെ ലാസ്റ്റ്. പക്ഷെ അതിന് മുമ്പ് പറയട്ടെ, ഈ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ സാലറി കിട്ടുന്ന, എനിക്ക് ഇതിലും കൂടുതൽ സാലറി ഉണ്ട്. പക്ഷെ ആ സാലറി വാങ്ങിക്കുന്നതിനേക്കാളും ഡബിൾ ട്രിപ്പിൾ ഇരട്ടി എനിക്ക് സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ഒരു ഒറ്റ ഒരാളുടെ ഹാർഡ് വർക്കും ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിക്കുന്നതും സ്വപ്നങ്ങളും എല്ലാത്തിൻ്റെ ഒരു റിസൾട്ടാണ് എനിക്ക് അത് കിട്ടിയത്. ഞാനും എല്ലാവരെയും പോലെ ഒരു നോർമൽ ആളാണ്. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പറയാറുണ്ട് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണെന്ന്. ഞാൻ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ ഡെയിലി ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഈ ഒരു കാര്യം, യൂട്യൂബിൽ നിന്ന് ഇൻകം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ ടുഡേ. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് ചാനൽ തുടങ്ങാം. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് നമ്മൾ യൂട്യൂബിൽ വിൻ ചെയ്യില്ല, 2 ദിവസം, 1 മാസം കൊണ്ട് വിൻ ചെയ്യില്ല, 1 വർഷം കൊണ്ട് ചിലപ്പോൾ വിൻ ചെയ്യില്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഏതൊരു ഫീൽഡിലാണോ പാഷനുള്ള അതിനെ പറ്റിയിട്ട് ഒരു ചാനൽ തുടങ്ങാം. കാരണം യൂട്യൂബ് നമുക്ക് തരുന്നത് നമ്മൾ വിടുന്ന വീഡിയോസിൽ നിന്ന് നമുക്ക് നമ്മളുടെ ആഡ് തരുന്ന കമ്പനീസ് തരുന്നതിൻ്റെ 45% ആണ് യൂട്യൂബ് നമുക്ക് തരുന്ന ഇൻകം. 55% യൂട്യൂബാണ് ആ പൈസ എടുക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഇത്ര മോട്ടിവേഷനെ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, വീണ്ടും പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും മടി പിടിച്ച് എനിക്കൊരു ചാനലൊന്നും വേണ്ട, ചാനൽ വേണ്ടെന്നല്ല, എനിക്ക് എവിടെ തുടങ്ങണം, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. എല്ലാവരും ബേസിക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് ദാറ്റ്. വൺ മോർ തിങ്, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം. ഇതെൻ്റെ ലാസ്റ്റ് മോട്ടിവേഷൻ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ഇതിൽ കൂടുതൽ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഇൻകം കൊണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹം, എന്താണ് ഫസ്റ്റ്. എല്ലാവരും ഇങ്ങനെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ യൂട്യൂബ് ഇൻകം കൊണ്ട് ഇത് ചെയ്തു, ഇത് വാങ്ങിച്ചു. ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആയിരിക്കാം, ഓരോരോ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഞാനിപ്പോൾ കാണുന്നത് അതൊരു സേവിങ്സ് ആയിട്ടാണ്. സോ ദിസ് ഈസ് എ എമൗണ്ട് ഐ റിസീവ്ഡ് യെസ്റ്റർഡേ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബഹ്റൈനി ദിനാറാണ് കേട്ടോ. നമ്മൾ പറയും മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന്, ബട്ട് സംടൈംസ് ഇറ്റ് ക്യാൻ. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മറ്റൊരാളോട് ചോദിക്കേണ്ട അവസ്ഥ വരരുത്. അത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. സോ ഇതാണ് ഏറ്റവും നല്ല നിങ്ങളെ കാണിച്ചു തരാൻ. ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വയ്യ, ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും കാണിച്ചു തരാനില്ല. സോ നൗ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതെൻ്റെ ഒരു സേവിങ്സ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇത് ഞാനിങ്ങനെ കാണുമ്പോൾ എങ്കിലും എനിക്കൊരു മോട്ടിവേഷൻ കയറിയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കുന്നില്ല. ഇതിൽ പക്ഷെ കുറച്ച് എമൗണ്ട് ഞാൻ എടുത്തിട്ട് ബില്ലുവിന് ഇഷ്ടമുള്ള ഷൂസ്, ബാറ്റ്, അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്നൊന്നും ഞാൻ വീഡിയോ ചെയ്തില്ല. എന്നെ എത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, എനിക്ക് എന്തായാലും ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്തു. അതല്ലാതെ ബാക്കിയുള്ള എമൗണ്ടാണിത്. അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിനൊരു നല്ലൊരു ക്യൂട്ട് ഒരു മണി സേവിങ് ബോക്സ് ഒക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ വിചാരിക്കണം, നമുക്കറിയില്ല ഇന്നത്തെ എന്താ സിറ്റുവേഷൻ, നാളത്തെ എന്താ സിറ്റുവേഷൻ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്നാലും എൻ്റെ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, if you love to watch more this kind of vlogs than my normal day in my life vlogs, എനിക്കറിയാം കൂടുതലവർക്ക് അതിനെ ഇഷ്ടമെന്ന്. എന്നാലും ഇടയ്ക്കൊരു ചേഞ്ചിനൊക്കെ ഇങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ എങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ഹാവൻറ്റ് ഓൾറെഡി. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഡു ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കാതെ ഇന്ന് തന്നെ പോയി ചാനൽ തുടങ്ങുക, പോസ്റ്റ് ചെയ്യുക ഇഷ്ടമുള്ളത്. ഇന്ന് റിസൾട്ട് വരില്ല ഞാൻ പറഞ്ഞ പോലെ,
പക്ഷേ ഡോൺ ഗീവ് അപ്പ്. കാരണം ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുതെന്നുള്ളതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് ഈ ഇരിക്കുന്ന ആള്. ഞാൻ ഒരു ചാനൽ തുടങ്ങി, അത് കളഞ്ഞു. രണ്ടാമത്തെ ചാനൽ ആണ് എൻ്റെ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ 8,000 പേരെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ചെറിയതായിരിക്കും, പക്ഷേ 8,000 പേര് നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ആ ഒരു സീനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു വെൽ. സോ അടുത്ത വ്ളോഗിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.